ഹായ് എവരിവൺ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇന്നേ വരെ റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് റഷ്യയിൽ വന്നിട്ട് പെട്ട ആൾക്കാരുടെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അവരുടെ വോയിസ് ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ റഷ്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് റഷ്യയിലേക്ക് കയറി വരുന്നുണ്ട്. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങൾ, അവരുടെ വിസയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ആൾക്കാർ, ഒരുപാട് ഞാൻ പറയുന്നില്ല, പല ആളുകൾ ഏജൻസി വഴിയോ എങ്ങനെ വന്നാലും വന്നിട്ട് റഷ്യയിൽ വന്ന് പെട്ടുപോയിട്ടുള്ള ആൾക്കാരുടെ വോയിസ് ക്ലിപ്പ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയായും. കാരണം നിങ്ങൾ റഷ്യയിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ എങ്ങനെയുള്ള വിസകൾ എടുത്തിട്ടാണ് റഷ്യയിലേക്ക് വരേണ്ടത് എന്നുള്ളതും, ഏതൊക്കെ വിസയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് റഷ്യയിൽ എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതും, അതുപോലെ തന്നെ നമുക്ക് നാട്ടിലേക്ക് വിസ ക്യാൻസൽ ചെയ്യാതെ നമുക്ക് റഷ്യയിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് കുറച്ച് വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും മല്ലു ലൈഫ് ഇൻ റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വോയിസ് ക്ലിപ്പ് കേൾക്കാം. ബ്രോ, ആക്ച്വലി ഞങ്ങൾ 2-3 പേര് മോസ്കോ എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷൻ ടൈമിൽ ഇവർ നമ്മുടെ ഡോക്യുമെൻറ്റ്സോ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് ഡീപ്പോർട്ടാണെന്ന് പറഞ്ഞു. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ലഗേജൊക്കെ ചെക്ക് ചെയ്തു, ബാഗും കാര്യങ്ങളും. എന്നിട്ട് ഇന്ത്യൻസ്, ഞങ്ങൾ മാത്രമല്ല എല്ലാ ഇന്ത്യൻസിനും ഡീപ്പോർട്ട് ചെയ്തത്. കുറേ പേര് പോയി. എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് ഇല്ലാത്ത കാരണം ഇന്നിവിടെ സ്റ്റേ ആയിരിക്കും. ഞങ്ങൾ നാളെ ഉള്ളൂ. പക്ഷെ എന്താ കാരണമൊന്നും ഒരു പിടുത്തമില്ല. ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവർ ആ ഡിപ്പോർട്ടറിൻ്റെ ഇതിൽ കാണിച്ചത് ടെററിസ്റ്റ് ഇതുള്ളത് കൊണ്ട് അലോ അല്ല അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തമില്ല. ജാസ്ക, ഞാനന്ന് പറഞ്ഞല്ലേ എൻ്റെ വിസ കാര്യങ്ങൾ, എൻ്റെ കൂടുതലുള്ളവരെല്ലാവരും വന്നു. പക്ഷെ എന്നെ വേറെ ഒരുത്തനെ കൂടി ഡീപ്പോർട്ട് ചെയ്തു അവിടുന്ന്. എന്താ കാരണം വെച്ചാൽ ഇവർ കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കുകയോ ചെയ്തിരുന്നു എയർപോർട്ടിലേക്ക്. പക്ഷെ അവരെന്തോ അതൊന്നും കാര്യമാക്കില്ല, ഞങ്ങൾ ഡീപ്പോർട്ടാക്കി. എന്തായാലും ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോൾ അങ്ങോട്ട് വരാനോ വേറെ എന്തെങ്കിലും ചെയ്യാനോ, പാസ്പോർട്ടിന് എന്തെങ്കിലും കാട്ടാനോ? ഇവിടുന്ന് പോയവരെയൊക്കെ അതിന് മുമ്പെങ്ങാണ്ട് കുറച്ച് പേര് പോയവരെയൊക്കെ എവിടെങ്ങാണ്ട് ഒരു ആളില്ലാത്ത സ്ഥലത്ത് കൊണ്ടിട്ടിരിക്കുവാന്നോ. എന്നിട്ട് അവിടുന്ന് ജോലിക്ക് കൊണ്ടുപോകും, പക്ഷേ ശമ്പളമൊന്നും അതിന് വേണ്ടി ഇല്ല. അങ്ങനെ പറയാം. അങ്ങനെ ഇന്നിപ്പോൾ 2-3 ദിവസത്തിന് മുമ്പ് 16 പേര് കയറി. അവരെല്ലാം ഡൽഹിയിൽ നിന്നെയായിരുന്നു. അങ്ങനെ അവർക്ക് അവിടെ നിന്നപ്പോൾ അങ്ങാണ്ട് ഇത് അറിവ് കിട്ടി. അവരെല്ലാവരും തിരിച്ചിങ്ങോട്ട് ട്രെയിൻ കയറി. പക്ഷെ അയാളെ വിളിച്ചാൽ അയാളിപ്പോൾ ഫോൺ എടുക്കത്തില്ല. അയാളുടെ വീട്ടിൽ ചെന്നാൽ അയാൾ അവിടെ ഇല്ല. അങ്ങനെ ഞങ്ങൾ പാസ്പോർട്ടിന് വേണ്ടി, പാസ്പോർട്ട് എങ്കിലും 50,000 രൂപയും കൊടുത്ത് പാസ്പോർട്ടും കൊടുത്തത്. അതെങ്കിലും തിരിച്ചു തരാൻ വേണ്ടി വിളിച്ചിട്ട് അയാൾ ഫോണും എടുക്കുന്നില്ല. പിന്നെ ഇപ്പം ഞാൻ കടന്ന് വിളിച്ച് അയാളിപ്പോൾ ഫോൺ എടുത്തു. അന്നേരം അയാൾ പറയുന്നു 30-ാം തീയതിക്ക് എല്ലാവരുടെയും പൈസ തരാം, പാസ്പോർട്ട് തരാമെന്നൊക്കെ പറയുന്നു. ഇനി എന്തുവാന്ന് പറഞ്ഞാൽ ഞങ്ങളാണെങ്കിൽ വെറും ഞങ്ങളുടെ ഭർത്താവാണെങ്കിൽ കടലിൽ പണിക്ക് പോകുന്ന 2 പെൺപിള്ളേർ, മുട്ടനായ 2 പെൺപിള്ളേരുണ്ട്. അതുകൊണ്ടാണ് എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടാമെന്ന് ചോദിച്ചാൽ ഒരു വീട് പോലും ഇല്ല ഞങ്ങൾക്ക്. അങ്ങനെ ഞങ്ങൾ ഇതിന് പോകാനായിട്ട് ഒരുങ്ങി. അതിപ്പോൾ ഇങ്ങനെയും ആയി. അവിടെ വല്ല ചാൻസ് വല്ലതും ഉണ്ടോ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരെ? പറയാറുണ്ട്, ടൂറിസ്റ്റ് വിസയിൽ വന്നിട്ട് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ബിസിനസ് വിസയിൽ വന്നിട്ട് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്തൊക്കെ തെറ്റിദ്ധാരണകളാണ് നിങ്ങളോട് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പല വീഡിയോസിലും ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. അപ്പോൾ നിങ്ങൾ ഈ തെറ്റിദ്ധാരണകളിൽ പോയി വീഴാതിരിക്കുക. ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ആ അറ്റ്ലീസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ പൈസ എടുത്ത് കൊടുത്ത് റഷ്യയിലേക്ക് പോവാം. നിങ്ങൾ വെറുതെ ഒന്നും ചിന്തിക്കാതെ കയറി വരരുത്. പിന്നെ 2025 കൂടി റഷ്യയിലേക്ക് ഫ്രീ വിസ ആക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും എന്തൊക്കെയാണ്, അതിൻ്റെ പ്രീവിയസ് വീഡിയോ കാണാത്തവർ കണ്ടുകഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.
പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യൻ്റെ ജോബ് സാധ്യതകളൊക്കെ കുറിച്ച് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എങ്ങനെ യൂറോപ്പിനേക്കാളും മെച്ചമുണ്ടോ റഷ്യയിൽ, ജോബ് സാധ്യതകൾ എങ്ങനെയാണെന്നുള്ളത്. റഷ്യയിൽ ജോബ് സാധ്യതകൾ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ റഷ്യൻ ലാംഗ്വേജ് ഒരു വിഷയമാണ്. പക്ഷേ അത് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അത് ഞാനൊക്കെ വരുന്ന സമയത്ത് എനിക്ക് റഷ്യൻ്റെ ഒരു വേർഡ് പോലും സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് വെച്ചാൽ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് മെയിനായിട്ട് ഈ കാര്യങ്ങളൊന്നുമല്ല. വളരെ ക്രൂരമായ നരഭോജികളുടെ മനസ്സിലുള്ള ചില ആൾക്കാരുണ്ട്. ആളുകളെ കൊണ്ടുവന്നിട്ട് വെറുതെ പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ പറ്റിക്കാണ്. അപ്പോൾ ഈ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത്രയും വോയിസ് ക്ലിപ്പിലൂടെ ഞാൻ കേട്ടെടുത്തോളം എന്തിനാണ് അവർക്ക് കഴിയാത്ത കാര്യങ്ങൾ എന്തിനാണ് ഏൽക്കാൻ നിൽക്കുന്നത്? പക്ഷേ സാലറി കുറവാണ്, ഓക്കെ കുഴപ്പമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു റൂമോ ഫുഡോ അറ്റ്ലീസ്റ്റ് അവർക്ക് എൻ്റർ ചെയ്യാൻ വിടുന്നില്ല. അവരോട് 5-6 ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഇലക്ട്രോ ബയോമെട്രിക് വിസ, ഈ വിസയൊക്കെയാണ് എടുത്തു കൊടുക്കുന്നത്, ബിസിനസ് വിസയൊക്കെയാണ് എടുത്തു കൊടുക്കുന്നത്. അറ്റ്ലീസ്റ്റ് അവർക്കൊരു വർക്ക് വിസ എടുത്തു കൊടുക്കാം, എന്നിട്ട് അതിൽ ഡിപ്പോർട്ടേഷനോ കാര്യങ്ങളോ വന്നാൽ ഓക്കെ. പക്ഷേ ഇവർക്ക് എടുത്തു കൊടുക്കുന്ന വിസ ഏതാണ്? എന്നിട്ട് അവരോട് പറയാണ് നിങ്ങൾക്ക് റഷ്യയിൽ വന്നിട്ട് നിങ്ങൾക്ക് വർക്ക് വിസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇവിടെ ജോലി ചെയ്യാൻ പറ്റും, ലീഗലായിട്ട് ജോലി ചെയ്യാൻ. ഹലോ, ഞങ്ങളത് കൊടുത്തതെല്ലാം പറ്റിക്കലായിരുന്നു കേട്ടോ. ഒന്നും ശരിയാവത്തില്ല. പാസ്പോർട്ടും പോയി, പൈസയും പോയി. നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും, 6 മണിക്കൂർ ജോലിയാണ്. എന്തൊക്കെയാണ് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇത് കേട്ട്, നിങ്ങളൊരു മലയാളികളല്ല. മലയാളികളെ തന്നെ എന്തിനാണ് വെറുതെ പറ്റിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും മലയാളിക്കൊരു പൊതുവെ ഒരു ധാരണയുണ്ട്, നമ്മളെന്തോ വലിയ സംഭവമാണ്, മറ്റുള്ളവർ നമ്മളൊക്കെ അടിമയാണെന്നുള്ളത്. ആ ഒരു ധാരണ പൊതുവെ എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് ഉണ്ട്. അത് ഒഴിവാക്കുക. കാരണം എന്ന് വെച്ചാൽ നമ്മളൊന്നുമല്ല. നമ്മളെക്കാളും വിദ്യാഭ്യാസവും വിവരവും ഉള്ള ഒരുപാട് മറ്റു സ്റ്റേറ്റുകളിലുള്ള ആളുകൾ പല ഒക്കുപ്പേഷനിലും പല മേഖലകളിലും ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാണ് നമ്മളെ താഴ്ത്തുന്നോ അന്ന് നമ്മൾ ഉയർത്തപ്പെടും. കാരണം നമ്മളൊന്നും അല്ല എന്നുള്ള, കാരണം വെച്ചാൽ നമ്മളെ കൊണ്ടൊന്നും ആവത്തില്ല. നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരാളാണെന്നുള്ള ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചിന്താഗതി നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഞാൻ എന്തോ വലിയ സംഭവമാണ്, എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും, ഞാൻ അങ്ങനെയാണ്. ഇവിടെ ചില ആൾക്കാരൊക്കെ ഇപ്പം വിസിറ്റിംഗ് വിസയിലേക്ക് വന്നിട്ട് അവനൊക്കെ കളിക്കുന്ന കളി കണ്ടു കഴിഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ തെറി വിളിക്കുകയാണ്. എന്തിനാണ് അതിൻ്റെ ആവശ്യം? ഈ രാജ്യം അവന് വിസ കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് അവൻ വലിയ മോഡലിംഗ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇവിടുത്തെ ആൾക്കാരെ തെറി വിളിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. ഇവിടുത്തെ ആൾക്കാരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയാണ്. എന്തിനാണ്? നമ്മളെ ഒരു അതിഥിയായിട്ടല്ലേ അവർ ഇവരെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നത്. അപ്പം നമ്മൾ അവരെ ബഹുമാനിക്കുക, റെസ്പെക്ട് ചെയ്യല്ലേ വേണ്ടത്. എന്തിനാണ് നമ്മൾ അവരെ തെറിയൊക്കെ വിളിക്കേണ്ട ആവശ്യം? ഇവിടെ മോശമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, നല്ല ആൾക്കാരുണ്ടാവും, പല വൃത്തികെട്ട ആൾക്കാരുണ്ടാവും, നരഭോജികളുടെ മനസ്സുള്ള ആൾക്കാരുണ്ടാവും. അത് നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവരൊന്നും കെയർ ചെയ്യാൻ നിന്നാൽ നമ്മുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോവില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും ചതിക്കുഴികളിലൊന്നും പോയി വീഴാതിരിക്കുക. നിങ്ങളെ കാര്യങ്ങൾ കറക്റ്റായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ നാട്ടിലത്തെ അഹങ്കാരം നിങ്ങൾ ഇവിടെ കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം റഷ്യക്കാരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോവുക, അവരുടെ അടുത്തൊക്കെ ഇവിടെ റീസെന്റ് ചില സംഭവങ്ങൾ ഉണ്ടായി. കള്ളു കുടിച്ചിട്ട് റഷ്യക്കാരുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ പോയി ഏതൊരു മലയാളി, 2-3 മലയാളികൾ കൂടിയിട്ട്. എന്തിനാണ് അതിന്റെ ആവശ്യം? റഷ്യക്കാരുടെ അടുത്തൊന്നും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 3 മലയാളികൾ ചേർന്നിട്ട് ഒറ്റൊരു റഷ്യക്കാരനെ അടിക്കാൻ പറ്റുമോ? അവനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഐസും കട്ടയിലും ഐസിന്റെ എന്താ പറയാ സ്നോയിൽ ഉള്ള ആൾക്കാരാണ്. അവന്മാർക്ക് ഇരുമ്പിന്റെ കട്ട പോലത്തെ ബോഡിയാണ്. നമ്മളെ പഞ്ഞു പോലത്തെ ബോഡിയൊന്നും അവരുടെ മുമ്പിൽ ഒരൊറ്റൊരടിക്ക് 3 എണ്ണത്തിന്റെയും പരിപ്പളവും. എന്നിട്ട് റഷ്യക്കാരെ വെല്ലുവിളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതൊന്നും ഒരിക്കലും അവരുടെ മുമ്പിലൊന്നും നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റൂല. അത് എത്ര വലിയ നാട്ടിലത്തെ എത്രയും വലിയ ഗാങ്സ്റ്റർ ആയിക്കോട്ടെ, റഷ്യക്കാരുടെ മുമ്പിലൊന്നും നിങ്ങൾക്കൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയാൽ അവരുടെ മുമ്പിലൊന്നും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. കാരണം അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ അടവും പയറ്റിയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളെ നാട്ടിലത്തെ ഗുണ്ടായിസ ഒന്നും ഇവിടെ നടക്കൂല. അത് എസ്പെഷ്യലി റഷ്യക്കാരുടെ അടുത്ത്. അതുകൊണ്ട് അവർ മാന്യമായിട്ടാണ് എല്ലാവരുടെ അടുത്തും പെരുമാറുക. എല്ലാവരും എല്ലാ സെറ്റകളും ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും നല്ല ആൾക്കാരാണ്. പക്ഷെ അവരുടെ അടുത്ത് നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുക. അല്ലാതെ
വെറുതെ അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങളെ തനി സ്വഭാവം കാണിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് തന്നെ ഭാവിയിൽ ദോഷങ്ങൾ ചെയ്യും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ രാജ്യത്തെ റെസ്പെക്റ്റ് ചെയ്യുക, ഇവിടുത്തെ ആളുകളായിട്ട് മാന്യമായ രീതിയിൽ സംസാരിക്കുക, മാന്യമായ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു നല്ല റെസ്പെക്റ്റോടു കൂടി നിങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് മാന്യമായ ശമ്പളത്തോടു കൂടിയുള്ള ജോലിയും കാര്യങ്ങളൊക്കെ അവർ തരും. പക്ഷേ അവരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാൾ ചെയ്ത തെറ്റ് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ഒരു മലയാളി ചെയ്ത തെറ്റ് എല്ലാ മലയാളികൾക്കും ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.